കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണ് എറണാകുളം മാർക്കറ്റ്. ₹72 കോടി ചെലവിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി നവീകരിച്ച എറണാകുളം മാർക്കറ്റ് ഈ മാസം 14-ന് പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കുമായി തുറന്നു കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് എറണാകുളം മാർക്കറ്റിലെ കാഴ്ചകൾ നോക്കാം. നമ്മൾ നിൽക്കുന്നത് എറണാകുളം മാർക്കറ്റിലാണ്. കൊച്ചിയുടെ ഹൃദയഭാഗത്തുള്ള എറണാകുളം മാർക്കറ്റ് നവീകരിച്ച് വരുന്ന 14-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 183ഓളം കടകളാണ്. 100 സ്ക്വയർ ഫീറ്റ്, 50 സ്ക്വയർ ഫീറ്റ് എന്നീ സൈസുകളിൽ വരുന്ന 183 കടകളാണ് ഈ ഫ്ലോറിലുള്ളത്. ഇനി മുകളിലോട്ട് 3 ഫ്ലോർസിൽ കൂടിയായിട്ടാണ് എറണാകുളം മാർക്കറ്റ് സമുച്ചയം ഇപ്പോൾ പുതുതായി പണിത് തീർത്തിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റ് നമുക്കറിയാം, ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായാണ് ഇത്രയും നിലവാരമുള്ള ഒരു മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് വരുന്നത്. നമ്മൾ ദുബായിലൊക്കെ പോയാൽ ഒരുപക്ഷെ നമ്മൾ കാണുന്നത് പോലുള്ള ഒരു ഇന്റർനാഷണൽ നിലവാരത്തിലാണ് നമ്മുടെയും ഈ കൊച്ചിയിലെ എറണാകുളം മാർക്കറ്റ് മാറിയിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഒരു ആഗ്രഹമാണ്. പഴയ ചെടിയും കുണ്ടിന്നും നല്ലൊരു ടൈലൊക്കെ ഇട്ട് നല്ല ഐശ്വര്യമായിട്ടുള്ളൊരു മാർക്കറ്റ് തുടങ്ങണം എന്നുള്ള ഇതാണ്. മുമ്പെന്ന് വെച്ചാൽ ഗതാഗത പ്രശ്നമാണ് ഏറ്റവും വലിയ വിഷയം. ഇവിടുത്തെ വാഹനങ്ങൾ വന്നാൽ പാർക്ക് ചെയ്യാനും നിൽക്കാനും ഒക്കെയുള്ള അസൗകര്യങ്ങൾ, അപ്പോൾ കയറ്റിക്കൊണ്ട് പോകാനും ഇറക്കാനും എല്ലാത്തിനും അത്യാവശ്യം സൗകര്യങ്ങളുണ്ട്. റോഡ് സൈഡിലിട്ട് ഇറക്കേണ്ട അല്ലെങ്കിൽ കയറ്റേണ്ട ഒരവസ്ഥ ഇല്ല. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഒരു ട്രാഫിക് മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള സംവിധാനവും ചെയ്തിട്ടുള്ളത്. എറണാകുളം മാർക്കറ്റ് ഒരു പ്ലാനിങ് സ്റ്റേജിൽ തന്നെ പ്രത്യേകം നമ്മൾ പറഞ്ഞിരുന്ന ഒരു വിഷയമാണ്. അത് ഇവിടെ വരുന്ന, നമുക്കറിയാം, മാർക്കറ്റിലേക്ക് വരുന്ന വണ്ടികൾ 40 ഫീറ്റ് ട്രെയിലറുകളിലാണ് പലപ്പോഴും സാധനങ്ങൾ ഇവിടെ വരുന്നത്. 20 ഫീറ്റ് വണ്ടികളും വരാറുണ്ട്. അപ്പോൾ ഈ ലോറികൾ വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്ത് മെറ്റീരിയൽ ഇറക്കി അത് മറ്റൊരു എക്സിറ്റിലൂടെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പാർക്കിങ്ങും ടോയ്ലറ്റൊക്കെ ഉള്ളത് നല്ല കാര്യമാണ്. പിന്നെ ഇവിടെ ആകുമ്പോഴത്തേക്ക് അതൊക്കെ നല്ല കാര്യമാണ്. ഡയബറ്റ് പേഷ്യൻ്റ് ഒക്കെ ആകുമ്പോൾ ഇടയ്ക്കൊന്ന് യൂറിൻ പാസ് ചെയ്യാനൊക്കെ സൗകര്യമായിരിക്കും. എറണാകുളം മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ വലിയ ഒരു പ്രശ്നമായിരുന്നു ടോയ്ലറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഈ പ്രദേശത്തൊന്നും ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ലാതിരുന്നത് കാലങ്ങളായുള്ള പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ച് സ്ത്രീകളാണ് അത് ഏറ്റവും കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് എഫക്റ്റഡ് പാർട്ടി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ പുതിയ മാർക്കറ്റിൽ 136ഓളം ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ആണ് ഉള്ളത് എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിൽ 63ഓളം യൂണിറ്റുകൾ സ്ത്രീകൾക്കായിട്ടുള്ളതും ബാക്കിയുള്ളത് പുരുഷന്മാർക്കുമുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ആയിട്ടാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ അവിടെ നിൽക്കുന്ന ആൾക്കാർ, കടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നീറ്റായിട്ട് ഉപയോഗിക്കാം കേട്ടാ, കച്ചറാക്കി കളയരുത്. നമുക്കൊരു വീടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട് പോലെ നടക്കുന്ന പോലെ കടകളും നല്ലപോലെ. 1 ടണ്ണോളം വേസ്റ്റ് ഓരോ ദിവസവും മാനേജ് ചെയ്യാൻ പറ്റുന്ന സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനമാണ് നമുക്കിവിടെ മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. പിന്നെ ബിസിനസ് അങ്ങോട്ട് പോകുമ്പോൾ നല്ല മാറ്റം വരും. ഏറ്റവും നല്ല ഒരു പ്രോജക്റ്റ് തന്നെ കേരളത്തിൽ എന്ന് പറയാം, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും നല്ലതാണ് ഇവിടെ കിട്ടിയേക്കണം. വണ്ടി പാർക്കിങ്ങും വലിയ വലിയ വണ്ടികൾ പാർക്കിങ്ങും എല്ലാം ഉണ്ട്. ഏതായാലും വളരെയേറെ നന്ദി ഞങ്ങൾ പറയേണ്ടി വരും. അതുപോലെ തന്നെ പാർക്കിങ്ങിൽ, ബേസ്മെന്റ് പാർക്കിങ്ങിൽ മാത്രം 85ഓളം കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. മാർക്കറ്റിന്റെ നേരെ എതിർവശത്ത് വരുന്ന മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങും അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മാത്രം 120 കാറുകളും 100ഓളം 2 വീലറുകളും പാർക്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനം മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടെയുള്ള ഫിഷും മീറ്റിൻ്റെയും സംവിധാനം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇത് ഗ്ലാസ് എൻക്ലോസ്ഡ് ആണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്മെല്ല് ഒരു രീതിയിലും പുറത്തേക്ക് പോവാത്ത രീതിയിൽ
മാർക്കറ്റിൽ മുഴുവൻ ഒരു ഓർഡർ ഫ്രീ ആയി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംവിധാനം ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഓരോ സ്റ്റോളിലും എയർ സക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ തിരിച്ച് എയർ ഇവിടേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളതാണ്. 2 ഡക്റ്റ് അതിനുവേണ്ടി പ്രത്യേകം ഓരോ സ്റ്റോളുകളിലും ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് താഴെ കൂടെ പോകുന്ന ഡ്രെയിനേജും ഈ ഫിഷും മീറ്റും എല്ലാം നമുക്കറിയാം, അത് ചെയ്യുമ്പോൾ അതിൻ്റെ വെള്ളം വരുന്നതാണ്. അപ്പോൾ ആ വെള്ളം മുഴുവൻ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രെയിനേജ് ചാനലും കൃത്യമായി ഇവിടെ ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സർവീസ് ലിഫ്റ്റുകളാണ്. 5ഓളം ലിഫ്റ്റുകളാണ് എറണാകുളം മാർക്കറ്റിലുള്ളത്. 3 പാസഞ്ചർ ലിഫ്റ്റുകളും 2 സർവീസ് ലിഫ്റ്റുകളുമാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അത് മാർക്കറ്റ് ഇവിടുന്ന് മാറിയോണ്ട് ഗുണങ്ങളുണ്ടാവും. കാരണം വെച്ചാൽ അവിടെ പഴയ മാർക്കറ്റാണെന്ന് പറഞ്ഞ ആൾക്കാർ വേണ്ട. അവിടെ മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടായിട്ടുണ്ട്. ഇവിടെ കച്ചവടം വളരെ കുറവായിരുന്നു. ഇവിടെ ഇനിയിപ്പോൾ അങ്ങോട്ട് മാറുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഗുണങ്ങളുണ്ടാവും. കച്ചവടത്തിൽ ഞങ്ങൾക്ക് നല്ല മാറ്റമുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഞങ്ങളും അതനുസരിച്ച് മാറാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കച്ചവടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 ഇടത്തായിട്ടാണ് ഇപ്പോൾ കച്ചവടം നടക്കുന്നത്. മാർക്കറ്റ് ഒരു കീഴിലാണ്. ഇപ്പോൾ ഒറ്റ ബിൽഡിങ്ങിലാണ് വന്നേക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സാധനം മേടിക്കാനും അതുപോലെ തന്നെ കച്ചവടം നടത്താനും സുഖമായിരിക്കും. കാരണം എല്ലാ ഐറ്റവും ഒന്നിൽ തന്നെ ഉള്ളത്. പല ദിക്കുകളായിട്ടും ഒന്നും നിൽക്കുന്നില്ല. ഇപ്പം പച്ചക്കറി മേടിക്കാൻ ഇവിടെയാണെങ്കിൽ ബീഫ് മേടിക്കാൻ വിലയോടും പോകണം, പിന്നെ മീൻ മേടിക്കാൻ വിലയോടത്തും പോകണം. ഇതാകുമ്പോൾ ഒരു കുടക്കീഴിലായിട്ടാണ് എല്ലാം വന്ന് നിൽക്കുന്നത്. കണ്ടിട്ട് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഈ നഗരത്തിൽ ഇങ്ങനെ ഒരു മാർക്കറ്റ് നമുക്ക് കിട്ടിയില്ല എന്നാൽ ഇപ്പോൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉള്ളേ നമ്മൾ നിൽക്കണം. അപ്പം അതൊന്നും വേണ്ടാണ്ട് ഒന്നിച്ചൊരു സ്ഥലത്ത് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. എല്ലാം അതെ, അത് സന്തോഷം തന്നെ.